അളിയ നാടകമൊക്കെ സെറ്റല്ലേ? എന്താ അഭിനയം തേങ്ങ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് ആക്ടിങ്. ഇതെന്തോന്ന് ഡ്രസ് കളിയത്? സാധാരണ രീതിയിൽ ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സിലാണ് പോവാറ്. ഓക്കെ, നാടകമൊക്കെ സെറ്റ് ചെയ്യുന്നല്ല? എല്ലാം സെറ്റാണ്. പിന്നെ അളിയ കിളിയാന്നൊന്നും വിളിക്കരുത്. അതെന്ത്? ഞാൻ നിന്നെ ഒരു കല പഠിപ്പിക്കാൻ വന്ന ആളാണ്, അതുകൊണ്ട് ആ ബഹുമാനം കാണിക്കണം. അപ്പൊ പിന്നെ എല്ലാവരും അല്ല, അപ്പൊ പിന്നെ പ്രാഞ്ചി പ്രീഞ്ചി അങ്ങനെയൊന്നും വിളിക്കരുത്. അളിയ പിന്നെ ഞാൻ എന്ത് വിളിക്കണം അപ്പോ? നീ അത് കണ്ട ആശാനെ എന്ന് വിളിച്ചോ. ഞാനൊരു നാടകാചാര്യനായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ആശാൻ. ശരി അളിയ. അല്ല ആശാൻ. ശരി ആശാൻ. ശരി ആശാൻ. അപ്പോ ബാക്കി കാര്യത്തിലേക്ക് പോവാം. സംപൂജ്യരായ ഗുരുജനങ്ങൾക്ക് എന്റെ നമോ വാക്ക. പവി സൈഡ് നീ മാറി നിന്നാ മതി, ഞാനല്ലേ ആശാൻ. അപ്പോ നാടകം ഏറെക്കുറെ സെറ്റാണ്. ആണ്. ഒരു മിനിറ്റ്. എന്ത് ആശാനെ? പൈസ കണ്ട പൈസ ദക്ഷിണ വയ്ക്കണമല്ലോ. അല്ല, ആശാന് കൊടുക്കാനാണ്. അനുഗ്രഹിക്കണം. നന്നായി വരും, നന്നായി വരും. ഗുരുത്വമുള്ളവനാണ്. ആ പറഞ്ഞ വാക്ക അങ്ങ് പാലിച്ച്. അതാണ് ജയൻ. അപ്പോ നാടകം ഏറെക്കുറെ സെറ്റാണ്. ഇനി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തട്ടിലേക്ക് അങ്ങ് കയറാം, അതങ്ങ് പൊളിക്കാം. അപ്പോ ഞാൻ നിങ്ങൾക്കായി എഴുതിയ നാടകത്തിന്റെ പേരാണ് യോഹന്നാന്റെ മെഴുകുതിരികൾ. അളിയ, അല്ല ആശാനെ, ഞാൻ ഇന്നലെ വന്നപ്പോഴേ പറഞ്ഞതല്ലേ ഇത് ക്ഷേത്രത്തിൽ കളിക്കേണ്ടതാണ്, ഈ യോഹന്നാൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ അവിടെ കളിക്കേണ്ടതല്ലേ? അങ്ങനെ നീ പറഞ്ഞിരുന്നു. പിന്നെ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ? കുഴപ്പമില്ല, വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യാം, ഈ യോഹന്നാന്റെ മെഴുകുതിരി അങ്ങ് മാറ്റിയിട്ട് പകരം സോമന്റെ ഇടിഞ്ഞിലുകൾ. നാടകത്തിന്റെ പേര് സോമന്റെ ഇടിഞ്ഞിലുകൾ. എങ്ങനെയുണ്ട്? അതൊക്കെ അല്ലേ? കുഴപ്പമില്ല. അപ്പൊ ഇതിലെന്ന് പറയുന്നത് മുഖ്യ കഥാപാത്രം അച്ഛന്റെ കഥാപാത്രം എന്ന് വെച്ചാൽ സോമൻ. ആ സോമന്റെ കഥാപാത്രം ചെയ്യേണ്ടത് ജയനാണ്. ജയൻ സോമൻ. ജയന്റെ മരിച്ചുപോയ ഭാര്യ അത് രുക്കു. മരിച്ചുപോയ ഭാര്യയുടെ ആത്മാവ് നമ്മൾ അതിൽ കാണിക്കും, അത് രുക്കു. പിന്നെ സോമന് 4 മക്കളുണ്ട്. 4 മക്കൾ, 4 പെൺമക്കൾ. ആ 4 പേരാണ് നിങ്ങൾ. ഈ തറവാടിന്റെ പേരെന്ന് പറഞ്ഞത് ഇടിഞ്ഞിൽ തറവാട്. അല്ല, ഈ ഇടിഞ്ഞിൽ എന്നൊക്കെ പറയുമ്പോ എന്തുവാ? ഇടിഞ്ഞിൽ എന്ന് പറയുമ്പോ നമ്മൾ ഈ കാർത്തികയ്ക്ക് ദീപമൊക്കെ ഇങ്ങനെ കത്തിച്ച് വയ്ക്കൂല്ലേ, ഇങ്ങനെ ചട്ടിയിലുള്ള ഇങ്ങനെ കൂമ്പിരിക്കും ഒരു സാധനം, അതിനാണ് ഇടിഞ്ഞിൽ എന്ന്. പവി ഇത് പിടി. അപ്പൊ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഈ തറവാടിന്റെ പേരില് ഇയാളുടെ ഈ മക്കളുടെ പേരിലും ഒരു ബന്ധമുണ്ട്. ഇയാളുടെ മൂത്ത മകളുടെ പേരാണ് ഇട്ടോ. ഇട്ടു. രണ്ടാമത്തെ മകളുടെ പേരാണ് ഡിറ്റു. മൂന്നാമത്തെ മകളുടെ പേരാണ് ഞുട്ടു. അവസാനത്തെ മകളുടെ പേരാണ് ലുട്ടു. ഇതെന്ന് വെച്ചാൽ നിങ്ങളാണ് ഈ 4 പേരുടെ, അതിലാണ് ഇടിഞ്ഞിൽ തറവാടെന്ന് പേരിട്ടിരിക്കുന്നത്. അത് കലക്കേളിയാ. നല്ലതല്ലേ? എന്റെ കൊച്ചി, അതല്ലേ ഞാൻ പറഞ്ഞത്. ആ പേര് വെച്ചിട്ടാണ് തറവാടിന് പേരിട്ടിരിക്കുന്നത്. ഇടിഞ്ഞിൽ. ഇട്ടു, ഡിട്ടു, ഞുട്ടു, ലൊട്ടു, ഇടിഞ്ഞിൽ. അപ്പൊ ഇതില് അവസാനത്തെ പുത്രിയുടെ വേഷം ഈ കുട്ടി ചെയ്യട്ടെ, ലുട്ടു. ഈ ലുട്ടുവിന്റെ ഈ 3-4 പെൺപിള്ളേരുടെയും ഒരേ ഒരു മുറച്ചെറുക്കനാണ് നമ്മുടെ പവി ചെയ്യുന്ന ഹീറോ ക്യാരക്ടർ. അപ്പൊ ഈ ലുട്ടുവിനെ പ്രണയിക്കുന്ന ആളാണ് പവി. പവിയുടെ പേരാണ് ശശി. ശശി ലവ് ലുട്ടു. കൊള്ളാം, ചേരും അല്ലേ?